നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇൻഷുറൻസ് മേഖലയിലെ ഒട്ടനവധി അവസരങ്ങൾ വന്നു പോകാറുണ്ട്. അത് പലരും ഗ്രാബ് ചെയ്യാറുണ്ട്. ചിലർ അതിനെക്കുറിച്ച് വറീഡ് ഇല്ല. എന്നാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും റെപ്യൂട്ടേഷനുള്ള, ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള ഇൻഷുറൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പൊതുമേഖലാ വിഭാഗത്തിൽപ്പെടുന്ന ഇൻഷുറൻസ് ഓർഗനൈസേഷൻ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള ഒരു ഇൻഷുറൻസ് സ്ഥാപനമാണ്, ജനറൽ ഇൻഷുറൻസ് സ്ഥാപനമാണ്. അപ്പോൾ ഈ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏതാണ്ട് 110ഓളം അസിസ്റ്റൻറ്റ് മാനേജർ തസ്തികകളിലേക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടിങ്ങിൽ മുംബൈയിലായിരിക്കും ഇതിൻ്റെ ജോബ് ലൊക്കേഷൻ. മുംബൈയിലേക്കുള്ളതാണ് ഈ 110 ഡെസിഗ്നേഷൻസും. പക്ഷേ അസിസ്റ്റൻറ്റ് മാനേജർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ മുംബൈയിൽ ജോയിൻ ചെയ്താൽ പിന്നീട് ഇന്ത്യയിൽ എമ്പാടും മറ്റ് പല സ്ഥലങ്ങളിലും കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ പോസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പം ഇതൊന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഏതായാലും ഈ 110 ഓപ്പർച്യൂണിറ്റീസ് ഒരൊറ്റ സെഗ്മെൻറ്റിലല്ല, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ പല തസ്തികകളിലായി അല്ലെങ്കിൽ പല പൊസിഷൻസിലായിട്ടാണ് ഈ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. ഏതൊക്കെ പൊസിഷനിലാണ്, അത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സൂചിപ്പിക്കാം, ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. കൂടുതലും ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളാണ്. സ്പെഷ്യലൈസ്ഡ് ഡിഗ്രികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി അവസരങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം വീഡിയോയിലൊന്ന് കണ്ട് എല്ലാം ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ 110 ഓപ്പർച്യൂണിറ്റിയാണ്. ഡെസിഗ്നേഷൻ സെയിം ആണ്, അസിസ്റ്റൻറ്റ് മാനേജർ എന്നുള്ള പൊസിഷനാണ്. ഒരു മാനേജറിയൽ പൊസിഷനാണ് ഇൻഷുറൻസ്. അതും ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ പോലെ ഒരു പബ്ലിക് സെക്ടർ, സർക്കാർ നടത്തിപ്പിലുള്ള അല്ലെ സർക്കാർ നടത്തുന്ന ഒരു ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ ഒരു ഗവൺമെൻറ് ജോബിൻ്റെതായ പ്രിവിലേജുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. നല്ല സാലറി സ്കെയിൽ ഇവർക്കുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്ന് മനസ്സിലാക്കി വേണം ഇതിന് ജോയിൻ ചെയ്യാൻ. ഇനി ഇതിൻ്റെ ഏതൊക്കെ ഡെസിഗ്നേഷനുകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ സെഗ്മെൻറ്റുകളിലായിട്ടാണ് ഇവർ ഈ 110 അസിസ്റ്റൻറ്റ് മാനേജർ വേക്കൻസി ഉള്ളത് എന്ന് ഞാനൊന്ന് സൂചിപ്പിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡിഗ്രി മിക്കവാറുമുള്ള എല്ലാ ഡിഗ്രികളിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസീസ് ഇതിനകത്തുണ്ട്. സ്പെഷ്യലൈസ്ഡ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് ഏതാണ് എന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കി വേണം അപ്ലൈ ചെയ്യാനെന്ന് പ്രത്യേകം ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സെഗ്മെൻറ്റ് ജനറൽ സെഗ്മെൻറ്റാണ്. ജനറൽ സെഗ്മെൻറ്റ് എന്ന് പറയുന്നതിൽ 18 വേക്കൻസീസ് ആണുള്ളത്. ഈ 110-ലെ 18 ജനറൽ വേക്കൻസീസ്. അതായത് അസിസ്റ്റൻറ്റ് മാനേജർ അതൊരു ജനറൽ ഡൊമൈനാണത്, സ്പെഷ്യലൈസേഷൻ ഒന്നും തന്നെ ഇല്ല. അതിൽ എല്ലാ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്കും അപ്ലൈ ചെയ്യാം. 60% മാർക്കോടെ ഏത് ഡിഗ്രി കംപ്ലീറ്റ് വർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കി മനസ്സിലാക്കുക. നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും, അതെല്ലാം ഒന്ന് നോക്കിയിരിക്കണം. രണ്ടാമത് 9 വേക്കൻസി വരുന്നത് ലീഗൽ ഡൊമൈനിലാണ്. അവിടെ നിങ്ങൾ ഒരു അഡ്വക്കേറ്റ് ആയിരിക്കണം, LLB കംപ്ലീറ്റ് ചെയ്ത ഒരാളായിരിക്കണം. ഒരു അഡ്വക്കേറ്റ് ആകാനുള്ള എലിജിബിലിറ്റി വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ LLB പോരാ. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ LLB ചെയ്താൽ നിങ്ങൾക്ക് ഒരു നിയമവിദഗ്ധനായിട്ട് ജോലി ചെയ്യാം, പക്ഷേ ഒരു അഡ്വക്കേറ്റ് ആകാൻ പറ്റില്ല. അഡ്വക്കേറ്റും ലോയറും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ലോയർ എന്ന് പറഞ്ഞാൽ നിയമം പഠിച്ച ആളെന്നേ ഉള്ളൂ. അത് ആർക്കും പറ്റും. നമുക്ക് ആർക്ക് വേണമെങ്കിലും വീട്ടിലിരുന്നോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലോ ഒക്കെ LLB പോലത്തെ കോഴ്സുകൾ പല യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത് പഠിക്കാം. പക്ഷേ അത് പഠിച്ചതുകൊണ്ട് ഒരു അഡ്വക്കേറ്റ് ആകാൻ പറ്റില്ല. അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു ക്ലയൻറ്റിന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന നിയമവിദഗ്ധനെയാണ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. ഒരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് അയാൾക്ക് വേണ്ടി നിയമ പരിരക്ഷ, സംരക്ഷണം കൊടുക്കാൻ, ഉപദേശം കൊടുക്കാൻ, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ഒരു കേസ് വാദിക്കുന്ന ആൾ കോടതിയിൽ, അയാളെയാണ് നമ്മൾ അഡ്വക്കേറ്റ് എന്ന് വിളിക്കുക. അത് ചെയ്യണമെങ്കിൽ ഇന്ത്യയിലെ നിയമം വെച്ച് ഫുൾ ടൈം LLB പഠിച്ച് ആൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗത്വം വേണം. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത്തരം നിയമവിദഗ്ധർ, ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ആൾ, LLB കംപ്ലീറ്റ് ചെയ്തയാൾ, അപ്പോൾ അങ്ങനത്തെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലീഗൽ സെഗ്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് അപ്ലൈ ചെയ്യാം. 9 വേക്കൻസികളുണ്ട്. മൂന്നാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി HR മേഖലയിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡിഗ്രി പഠിച്ച ഒരു കാൻഡിഡേറ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് HR മേഖലയിൽ അപ്ലൈ ചെയ്യാം. അതിലും 6 വേക്കൻസീസ് ഉണ്ട്. അതുകൂടാതെ എൻജിനീയറിംഗ് മേഖലയിൽ, അതായത് BTech അല്ലെങ്കിൽ BE, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, IT, ഇങ്ങനെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് സെഗ്മെൻറ്റുകളിൽ ഒരു BTech കംപ്ലീറ്റ് ചെയ്തവർ അല്ലെങ്കിൽ ഒരു BE കംപ്ലീറ്റ് ചെയ്തവർ, ഇങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ 5 വേക്കൻസികൾ നിങ്ങൾക്കുണ്ട്. ഏതൊക്കെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളാണ് അതിൽ എലിജിബിൾ എന്നുള്ളത് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇരുന്ന ലിങ്കിൽ കയറി എഞ്ചിനീയറിംഗ് സെഗ്മെൻറ്റിൽ ഏതൊക്കെ ബ്രാഞ്ചുകൾ ആക്സെപ്റ്റഡ് ആണ് എന്നുള്ളതും കൂടെ ഒന്ന് നേരത്തെ കയറി വെരിഫൈ ചെയ്യുക. അപ്പോൾ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് അത് മനസ്സിലാക്കാം. അടുത്ത ഒരു സെഗ്മെൻ്റ് ഉള്ളത് IT, അതായത് കമ്പ്യൂട്ടർ സയൻസ്
റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർ. അപ്പോൾ നിങ്ങളുടെ ഒരു BCA പഠിച്ച ആൾക്ക് അല്ലെങ്കിൽ ഒരു MCA പഠിച്ച ആൾക്ക് ഒക്കെ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക്, BTech IT പഠിച്ചവർക്ക് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. 22 വേക്കൻസീസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ IT എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ 22 വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി പഠിച്ച ആൾ ആണ്, പക്ഷേ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഒരു PG ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ BCom ആണ് നിങ്ങളുടെ ഡിഗ്രി കോഴ്സായിട്ട് പഠിച്ചത്, പക്ഷേ നിങ്ങൾ BComന് ശേഷം ഒരു MCA എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് PG ഒരു കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് PG ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ UG ഏതാണെങ്കിലും കുഴപ്പമില്ല, PG ഒരു കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ IT ഡൊമൈനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ BSc മാത്സോ BSc ഫിസിക്സോ BComോ ഒക്കെ എടുത്തവർക്ക് ഒരു MCA ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് 22 ഓപ്പർച്യൂണിറ്റി അതിൽ തന്നെ ഉണ്ട്. പിന്നെ ഒരു ആക്ച്വറി ഡിവിഷൻ, അതിൽ 10 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ ആക്ച്വറി എന്ന് പറയുന്ന മേഖലയിൽ. അതിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി പഠിച്ചവരാണെങ്കിൽ കുഴപ്പമില്ല. അതിനോടൊപ്പം പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറി സൊസൈറ്റി ഓഫ് ഇന്ത്യ, അതല്ലെങ്കിൽ ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫാക്കൽറ്റി ഓഫ് ആക്ച്വറീസ്, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വേണം. അതിൽ ലണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫാക്കൽറ്റി ഓഫ് ആക്ച്വറീസിൽ നിന്നുള്ള ഒരു ഡിപ്ലോമയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് 7 പേപ്പറുകൾ നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം. അതിനകത്ത് CS2 കമ്പൽസറി ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ആക്ച്വറി ഡൊമൈനിൽ വേണ്ടതാണ്. 10 വേക്കൻസീസ് അതിലുണ്ട്. അടുത്ത ഒരു കാര്യം ഇൻഷുറൻസ് മേഖലയാണ്. ജനറൽ ഇൻഷുറൻസ് ഡൊമൈനിൽ 20 വേക്കൻസീസ് ഉണ്ട്. അതിൻ്റെ ഒരു ഇൻഷുറൻസ് എക്സ്പെർട്ട് തന്നെയാണ് അവർ നോക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അതിനകത്ത് അവർ ചോദിക്കുന്നത് ഏത് ഡിഗ്രി, എനി ഡിഗ്രി കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ, അല്ലെങ്കിൽ എനി PG കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ. അതിനകത്ത് അവർ ഒരു കാര്യം പറയുന്നത് ഒരു ഡിപ്ലോമ ഇൻ ജനറൽ ഇൻഷുറൻസ് വേണം, അല്ലെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ്. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ്, അല്ലെങ്കിൽ ജനറൽ ഇൻഷുറൻസ്, ഈ 3 ഡൊമൈൻസിൽ നിങ്ങൾക്ക് ഒരു ഡിപ്ലോമയുണ്ട്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി, അത് സ്പെസിഫിക് ഇന്നതെന്ന് പറയുന്നില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് എന്ന് പറയുന്ന കോർ ഡൊമൈനിലെ 20 വേക്കൻസീസിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ മെഡിക്കൽ പോസ്റ്റിങ്സ് ഉണ്ട്. അതായത് MBBSകാർ, ഡോക്ടേഴ്സിനുള്ള 2 അവസരങ്ങളുണ്ട്. അതിൽ പറയുന്നത് നിങ്ങൾ MBBS ആയിരിക്കണം. അതുപോലെ തന്നെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. കാരണം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ അഡ്വക്കേറ്റ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ MBBS പഠിച്ചവരാണ് എങ്കിൽ ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിൻ്റെ അവർ ഒത്തൻറ്റിക്കേറ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്ത് അവരുടെ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കിട്ടിയെങ്കിലേ ഇന്ത്യയിൽ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ MBBSും ഇന്ത്യൻ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമുള്ള ഒരാളാണ്. അതുപോലെ നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ്, അതായത് MBBS കഴിഞ്ഞുള്ള 1 ഇയർ ഇൻറ്റേൺഷിപ്പ് ഉണ്ടല്ലോ, ആ 1 ഇയർ ഇൻറ്റേൺഷിപ്പും കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെഡിക്കൽ മേഖലയിലുള്ളത്. അതുപോലെ തന്നെ ഫിനാൻസ് മേഖലയിൽ 18 അവസരങ്ങളുണ്ട്. അതിൽ BCom ഉള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാം. അപ്പോൾ ബേസിക്കലി പറഞ്ഞു വരുമ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു അവസരമുണ്ട്. അതായത് ജനറൽ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ 18 അവസരം, ലീഗൽ എന്ന് പറയുന്ന നിയമവിദഗ്ധർക്കുള്ള 9 അവസരങ്ങൾ, HR പ്രൊഫഷണൽസ് ഹ്യൂമൻ റിസോഴ്സുകാർക്കുള്ള 6 അവസരങ്ങൾ, അത് BBA MBAക്കാർക്കുള്ളതാണ്. അതുപോലെ എഞ്ചിനീയറിംഗ് എല്ലാ ഡൊമൈനുകളിലും ഉള്ള കോമൺ ആയിട്ടുള്ള ഒരു 5 അവസരങ്ങൾ, പിന്നെ സ്പെസിഫിക്കലി IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട 22 അവസരങ്ങൾ, ആക്ച്വറി 10 അവസരങ്ങൾ, ഇൻഷുറൻസ് കോർ മേഖലയിൽ 20 അവസരങ്ങൾ, മെഡിക്കലിൽ 2 അവസരം, ഫിനാൻസിൽ 18 അവസരം, അത് BComകാർക്കും ഉള്ളത്. അപ്പം ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒട്ടനവധി അവസരങ്ങൾ, ഇതെല്ലാം കൂടെ 110 അവസരങ്ങൾ നമുക്ക് ടോട്ടലി നമ്മളുടെ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ നൽകുന്നുണ്ട് എന്ന കാര്യം ഓർക്കുക. ഇനി ഇതിനകത്ത് ഒരു ക്രൈറ്റീരിയ ഞാൻ പറയാം. ഇവരുടെ എലിജിബിലിറ്റിയിൽ പറയുന്ന ഒരു കാര്യം, അത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞ എല്ലാ സെഗ്മെൻറ്റുകളിലും ഇതിലേത് നിങ്ങൾ അപ്ലൈ ചെയ്താലും ഡിഗ്രിക്ക് നിങ്ങൾക്ക് 60% മാർക്ക് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. 60% ഫോർ ഡിഗ്രി, അത് അവർ മസ്റ്റായിട്ട് പറയുന്നുണ്ട്. രണ്ടാമത് ഏജ് 21-നും 23-നും ഇടയ്ക്കുള്ള പ്രായമുള്ളവർക്കായിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി പ്രൈമറി സെലക്ഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ആദ്യം ഒരു ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും ഉള്ളത്. ഈ ഓൺലൈൻ ടെസ്റ്റിൻ്റെ ഇപ്പോൾ അവർ അറിയിച്ചിട്ടുള്ള ഡേറ്റ് Jan 5 ആണ് കേട്ടോ. 2025 ജനുവരി 5-ാം തീയതി ആയിരിക്കും ആ ടെസ്റ്റ്. അപ്പം അതൊരു കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിരിക്കും. ആ ടെസ്റ്റിനെ ബേസ് ചെയ്തായിരിക്കും അടുത്ത ലെവൽസിലേക്ക് നമ്മൾ പോവുക. ഇതിനകത്ത് ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ ടെസ്റ്റ് എഴുതേണ്ടാത്ത ഒരു കാറ്റഗറി ഉണ്ട്. അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് ഈ ടെസ്റ്റ് വേണ്ട.
അവർക്ക് ഇത് കഴിഞ്ഞുള്ള പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ്റർവ്യൂ പോലുള്ള പ്രൊസീജിയേഴ്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവർക്കും ആദ്യം ഈ ഒരു ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റിനകത്ത് കുറേയധികം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അതെല്ലാം ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ക്ലിയർ ചെയ്യുന്നവർക്ക് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ പ്രോസസ്സ് ഉണ്ടാവും. അതിനുശേഷം ഒരു HR ഇൻ്റർവ്യൂ പ്രോസസ്സും ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇൻ്റർവ്യൂവും നിങ്ങളുടെ ഗ്രൂപ്പ് ഡിസ്കഷനും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റും കൂടെ ഉണ്ടാവും. അത് എല്ലാ കാറ്റഗറിക്കും അതുണ്ടാവും. അപ്പോൾ ആ മെഡിക്കൽ ഫിറ്റ്നസ്സും കൂടെ നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ വലിയ എന്താ പറയുക ഒരു ആർമി നേവി ലെവലിലുള്ള കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ മെഡിക്കലി ഫിറ്റാണോ, ശാരീരികമായി നിങ്ങൾ ഫിറ്റാണോ എന്നുള്ളതിന് വേണ്ടിയുള്ളൊരു ബേസിക് മെഡിക്കൽ ടെസ്റ്റ് മാത്രമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ പറയേണ്ട കാര്യമില്ല. അപ്പോൾ പ്രധാനമായ റൗണ്ടുകൾ 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും. അത് നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. കാരണം മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ലോജിക്, വെർബൽ എബിലിറ്റി, മെൻ്റൽ എബിലിറ്റി, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ജനറൽ കറണ്ട് അഫയേഴ്സ്, ജനറൽ അവയർനെസ്, ജനറൽ നോളജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളും ഇൻക്ലൂഡ് ചെയ്യുന്ന ബാങ്കിങ് സെക്ടറിലെയും ഇൻഷുറൻസ് സെക്ടറിലെയും കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു പ്രിപ്പറേഷൻ നിങ്ങൾ നല്ല രീതിയിൽ നടത്തുക. അത് ക്ലിയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു GD, അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ. അപ്പോൾ ഇത്രയും പ്രോസസ്സ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഓർക്കുക. ഇനി ആപ്ലിക്കേഷൻ ചെയ്യുന്ന രീതി പറഞ്ഞാൽ ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. ഞാൻ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ഇട്ടേക്കാം. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ലിങ്കിൽ കയറി നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാം. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളോട് പറയാം. ഇതിനകത്ത് നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളൊരു സൈനൊക്കെ ഇട്ട് അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫൊക്കെ സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫോണിൽ ഫോട്ടോ ഒക്കെ എടുത്ത് അതൊന്ന് അപ്ലോഡ് ചെയ്യാൻ തയ്യാറാക്കി വെക്കണം. അതുപോലെ നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ ഒന്ന് രേഖപ്പെടുത്തി അതും നിങ്ങൾ നല്ല റെസല്യൂഷനിൽ അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ ഒരു ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങൾ ഈ ആപ്ലിക്കേഷനിലോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഫോട്ടോഗ്രാഫ്, തമ്പ് ഇംപ്രഷൻ, സിഗ്നേച്ചർ ഇത് 3ഉം അപ്ലോഡ് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസും എല്ലാം ഫില്ല് ചെയ്ത് വേണം ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ കൃത്യസമയത്ത് നടക്കണം. ഇത് കൂടാതെ ഒരു ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ളൊരു ഡിക്ലറേഷനും വേണം. അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൈപ്പടയിൽ, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ കൈകൊണ്ട് എഴുതി അതും നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ആപ്ലിക്കേഷനോടൊപ്പം പോകണം. അതുകൂടാതെ ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യുകയും വേണം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഇസ് December 19th. 19-ാം തീയതി ആണ്, December 19 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് ഞാൻ പറയും. നിങ്ങളൊരു മാനേജറിയൽ ലെവലിൽ നോക്കുന്ന ആളാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ കോർ ഏരിയകൾ അല്ലെങ്കിൽ നിയമം, അഡ്വക്കേറ്റിനെ പോലെ ഉള്ള ഒരു ഡൊമൈനിലുള്ള ആൾ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളൊരു BCom കഴിഞ്ഞൊരു പ്രൊഫഷണലാണ്, അതുമല്ല എങ്കിൽ IT മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ ഉള്ളൊരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഇന്ത്യയിലെ ഒരു മികച്ച പബ്ലിക് സെക്ടർ കമ്പനിയിലേക്ക് കടന്നുകൂടാനുള്ള നല്ലൊരു സുവർണ്ണ അവസരമാണ്. അതുകൊണ്ട് ഈ അവസരം മുതലാക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഈ ടെസ്റ്റൊക്കെ ഒന്ന് എഴുതി നിങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് അതിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താൻ ശ്രമിക്കുക. സമയത്ത് തന്നെ അപ്ലൈ ചെയ്യാനായിട്ടും ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും 2 അതിലധികമോ വീഡിയോസ് ഇത്തരം തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട്, എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ടൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങളിലേക്ക് നേരിട്ട് തന്നെ എത്തിച്ചേരും. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.